2010 റിലീസ് ചെയ്ത ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രമാണ് 127 Hours. ഒരുപാട് സാഹസികതകൾ നിറഞ്ഞ യാത്രകൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കഥാനായകനായ ആരോൺ ഒരു യാത്രയിൽ യാദൃശികമായി ഒരു മലയിടുക്കിൽ കുടുങ്ങിപ്പോവുകയാണ്. രക്ഷപ്പെടാനാകാത്ത വിധം അവിടെ ലോക്കായി പോയി. പിന്നീട് എന്ത് സംഭവിച്ചു? വെൽക്കം ടു ദ മൂവി ടൈം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ കഥാനായകനായ ആരോണിനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ നല്ല ധൃതിയിൽ ഒരുപാട് സാധനങ്ങൾ എടുത്ത് പാക്ക് ചെയ്യുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, വെക്കേഷൻ ആയതുകൊണ്ട് ട്രക്കിങ്ങിന് പോകാനാണ് പുള്ളിക്കാരന്റെ പ്ലാൻ. എന്നാൽ തന്റെ കയ്യെത്തും ദൂരത്തുള്ള കത്തി മാത്രം ആരോൺ കാണുന്നില്ല. അതുമാത്രമല്ല, പോകാൻ നിൽക്കവേ അമ്മയും ആരോണിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ പുള്ളിക്കാരൻ അതൊന്നും മെയിന്റ് പോലും ചെയ്യുന്നില്ല. ഇപ്പോൾ രാത്രിയായിട്ടുണ്ട്. ആരോൺ തന്റെ യാത്ര തുടരുകയാണ്. ബ്ലൂ ടു കാരിയോൺ എന്ന മലയിലേക്കാണ് ആരോണിന്റെ യാത്ര. പുള്ളിക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അഡ്വഞ്ചർ ഒക്കെ ചെയ്യാൻ നല്ല താല്പര്യമാണ്. കയ്യിലൊരു ക്യാമറയും ഉണ്ട്. യാത്രയിൽ തന്റെ അനുഭവങ്ങളും കാഴ്ചകളും ആ ക്യാമറയിൽ പകർത്തും. യാത്രക്കൊടുവിൽ ഇപ്പോൾ ആ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ആരോൺ വാഹനം ഒന്ന് സൈഡാക്കി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ശനിയാഴ്ച സൈക്കിളിൽ യാത്ര തുടരുന്നു. ഒടുവിൽ ആരോൺ ബ്ലൂ ടു കാരിയോൺ എന്ന മലയിടുക്കിന് സമീപമെത്തി. അതിനുശേഷം സൈക്കിളിൽ നിന്നും ഇറങ്ങി അവിടെ നിന്നും മുൻപോട്ട് നീങ്ങി. അപ്പോഴാണ് രണ്ട് പെൺകുട്ടികളെ ആരോൺ ശ്രദ്ധിക്കുന്നത്. മാപ്പ് ഉണ്ടായിട്ട് പോലും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ അവരാകെ പരിഭ്രാന്തരായി നിൽക്കുകയാണ്. ക്രിസ്റ്റിയും മേഗനും. ആരോൺ അവരെ സഹായിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്നാൽ ആരോണിന്റെ മാസ്കും ഗ്ലാസും എല്ലാം കണ്ട് അവരാകെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അതെല്ലാം മാറ്റി അവരോട് സംസാരിക്കുന്നു. തൊട്ടടുത്തുള്ള ഡാമിലേക്കാണ് അവർക്ക് പോകേണ്ടത്. പിന്നീട് അവർ അങ്ങോട്ടേക്ക് യാത്ര തുടരുകയാണ്. പിന്നീട് അവർ 3 പേരും കൂടെ ഒരു വിള്ളലിൽ കയറി. അപ്പോഴാണ് അവർ മറ്റൊരു സത്യം കൂടെ മനസ്സിലാക്കുന്നത്. ആരോൺ ശരിക്കും ഒരു എഞ്ചിനീയർ ആണ്. എന്നാൽ പുള്ളിക്കാരന് ഇങ്ങനെയുള്ള അഡ്വഞ്ചർ ഒക്കെ ചെയ്യാനാണ് ഇഷ്ടം. അത് പറഞ്ഞു കഴിഞ്ഞതും ആരോൺ അങ്ങ് താഴേക്ക് പോയി. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവരാകെ പകച്ചു നിൽക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞതും ആരോണിന്റെ ശബ്ദം അവർ കേൾക്കാൻ തുടങ്ങി. അതെ, താഴെയായി ഒരു കുളമുണ്ടായിരുന്നു. അതുകൊണ്ട് ആരോണിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴാണ് അവർക്ക് ശ്വാസം നേരെ വീണത്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ അതിലേക്ക് എടുത്ത് ചാടുകയാണ്. അങ്ങനെ ഒരുപാട് സമയം അവർ എൻജോയ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ ആരോൺ ക്യാമറയിൽ പകർത്തുന്നുമുണ്ട്. അതിനുശേഷം അവർ വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി അവർ പിരിയാൻ വേണ്ടി പോവുകയല്ലേ. അതുകൊണ്ട് ആരോൺ ഒരു ഫോട്ടോ എല്ലാം എടുത്തു. മാത്രമല്ല അവർ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നാളെ അവരൊരു പാർട്ടി നടത്തുകയാണ്. അതിലേക്ക് ആരോണിനെയും അവർ ഇൻവൈറ്റ് ചെയ്തു. പാർട്ടി എവിടെയാണ് നടക്കാൻ പോകുന്നതെന്നും അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ വലിയൊരു സ്കൂബി ഡോവിനെയും കാണാൻ കഴിയും. അതിനുശേഷം ആരോൺ അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്റ്റിക്ക് ആരോണിനോട് ചെറിയൊരു ക്രഷ് തോന്നിയിരുന്നു. പിന്നീട് നമ്മുടെ ആരോൺ തനിച്ചിങ്ങനെ നടക്കുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം ചെറിയൊരു മലയിടുക്കിലേക്ക് ഇറങ്ങി. അവിടെയുള്ള വിഷ്വൽസ് എല്ലാം ക്യാമറയിലും പകർത്തി. കുറച്ചും കൂടെ താഴോട്ട് പോകണം. എന്നാൽ മുമ്പിലായി ഒരു പാറക്കല്ലുണ്ട്. അതിൽ പതിയെ ചവിട്ടി നോക്കി. ഒരു കുഴപ്പവും തോന്നിയില്ല. ആരോൺ പതിയെ അതിലും പിടിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് അത് സംഭവിച്ചത്. മുകളിൽ നിൽക്കുമ്പോൾ ഒരനക്കവും ഇല്ല എന്ന് കരുതിയ കല്ലും തന്നോടൊപ്പം താഴേക്ക് വീഴുകയാണ്. ഭാഗ്യത്തിന് ആരോണിന്റെ തലയിലായിരുന്നില്ല അത് വന്നു പതിച്ചത്. എന്നാൽ അതിനിടയിൽ കൈ അങ്ങ് ലോക്കായി പോയി. എത്ര ശ്രമിച്ചിട്ടും അത് എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇപ്പോഴായി നമ്മുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു 127 Hours. കൈ അതിനുള്ളിൽ നിന്നും എടുക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ആൾക്ക് മനസ്സിലായി. പിന്നീട് ആരോൺ ക്രിസ്റ്റിയെയും മെഗനെയും വിളിച്ച് ഉറക്കനെ നിലവിളിക്കുന്നുണ്ടെങ്കിലും ആര് കേൾക്കാൻ. ഇപ്പോഴാണ് ആരോൺ എത്ര താഴെയാണ് പെട്ടുകിടക്കുന്നതെന്ന് നമ്മൾ കാണുന്നത്. അവരെ വിളിച്ചിട്ട് കാര്യമില്ല. തന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ചെയ്യണമെന്ന് പുള്ളിക്കാരന് മനസ്സിലായി. പിന്നീട് ആരോൺ തന്റെ മറുകൈ കൊണ്ട് ബാഗ് എടുത്ത് അതിലുള്ളതെല്ലാം നോക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോഴാണ് ആരോണിന്റെ കണ്ണിൽ ഒരു മൾട്ടി ടൂൾ പെടുന്നത്. അതും യൂസ് ചെയ്ത് കല്ലിനെ അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു കത്തി ഉപയോഗിച്ച് കൈ അതിനുള്ളിൽ നിന്നും എങ്ങനെ എടുക്കാനാണ്. ശരിക്കും ഇതൊരു മണ്ടത്തരമാണെന്ന് ആരോണിന് അറിയാമെങ്കിലും സാഹചര്യം കാരണം അയാൾ ഓരോന്ന് ചെയ്തു പോവുകയാണ്. എന്നിരുന്നാലും പ്രതീക്ഷയോടെ ആരോൺ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അത് സംഭവിച്ചത്. മൾട്ടി ടൂൾ താഴേക്ക് വീഴുന്നു. അത് കൈകൊണ്ട് എടുക്കാൻ വേണ്ടി ആരോണിന് സാധിക്കുന്നുമില്ല. കാരണം അത് കുറച്ച് അകലെയാണ്. എന്നിരുന്നാലും ഒരു കമ്പിന്റെ സഹായത്താൽ കാലും യൂസ് ചെയ്ത് പുള്ളിക്കാരന് അത് എടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ അന്ന് രാത്രി ആരോൺ ഇപ്പോഴും കൈ പുറത്തെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യവുമില്ല. ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട്. അതായത് അടുത്ത ദിവസം സൺഡേ. പുള്ളിക്കാരൻ തന്റെ ബോട്ടിലെടുത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അടുത്ത പ്ലാൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ കല്ലിന് മുകളിലായി തന്നെ വേറൊരു കല്ലും കൂടെ ഉണ്ട്. അതിലേക്ക് റോപ്പ് എടുത്തെറിയണം. അതെങ്ങനെയെങ്കിലും മുകളിൽ ടൈറ്റിൽ നിർത്തണം. ഇതാണ് നമ്മുടെ ആരോണിന്റെ പ്ലാൻ. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം അത് വർക്ക് ചെയ്യുകയാണ്. പിന്നീട് അതിന്റെ ബെൽറ്റ് ഹാഫിൽ ലോക്ക് ചെയ്തു വെക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒന്ന് വിശ്രമിക്കാനാണ് ആരോൺ ചെയ്യുന്നത്. പിന്നീട് അതിലും തൂങ്ങിക്കൊണ്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരന് അതിന് സാധിക്കുന്നില്ല. ഒടുവിൽ എങ്ങനെയൊക്കെയോ ആരോൺ നേരം വെളുപ്പിക്കുന്നു. രാവിലെ ആയതും അങ്ങോട്ടേക്ക് കുറച്ചു നേരം വെയിലടിക്കുന്നുണ്ട്. ഇത് കണ്ട് ആരോണിന് ഹാപ്പിയായി. പകൽ സമയങ്ങളിലാകട്ടെ ഒരു കഴുകൻ മുകളിലൂടെ പറന്നു പോകും. ഒന്ന് തളർന്നാലുടൻ അത് തന്നെ വന്ന് വേട്ടയാടും. പിന്നീട് ആരോണിന്റെ മനസ്സിലേക്ക് പല ഓർമ്മകളും കടന്നു വന്നു. ആരോണിന്റെ ചൈൽഡ്ഹുഡ് കാലഘട്ടം
കാലഘട്ടം ഫാദർ തന്നെ എത്രത്തോളമാണ് സ്നേഹിച്ചിരുന്നത്. പുള്ളിക്കാരന്റെ പ്രധാന ഹോബി ക്യാമറയോട് സംസാരിക്കലായിരുന്നു. ഇപ്പോൾ ആരോൺ അനുഭവിക്കുന്ന വേദനകളും മറ്റും ഇത് കിട്ടുന്ന ആൾ എന്തായാലും അത് തന്റെ പേരൻസിന് കൈമാറണമെന്ന് ആരോൺ പറയുന്നുണ്ട്. അതെ, അവിടെ നിന്നും രക്ഷപ്പെടുമെന്ന് ആരോണിന് ഒരു പ്രതീക്ഷയുമില്ല. ഇതിനിടയിലാണ് മുകളിൽ നിന്നും എന്തോ ശബ്ദം കേട്ട ആരോൺ മുകളിലേക്കും നോക്കി ആർത്തു വിളിക്കുന്നത്. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ രാത്രിയായിട്ടുണ്ട്. മരുഭൂമിയിലെ രാത്രി സമയങ്ങളിൽ തണുപ്പ് കൊടും ഭീകരമാണ്. ഇതൊരു മനുഷ്യന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ആരോൺ തന്റെ ബാഗിലുള്ളതെല്ലാം എടുത്ത് ആ കൊടും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതിനുശേഷം പുള്ളിക്കാരൻ ഭക്ഷണം കഴിക്കുന്നു. ഇതേ സമയത്ത് മറ്റൊരിടത്ത് ആ പാർട്ടി നടക്കുന്നതായും നമുക്ക് കാണാം. അവർ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു സ്കൂബി ഡോ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ആ പാർട്ടി നന്നായി എൻജോയ് ചെയ്യുന്ന സമയം ഇവിടെ നമ്മുടെ ആരോൺ അതിജീവനത്തിന് വേണ്ടി പോരാടുകയാണ്. വെള്ളമൊക്കെ ഇപ്പോൾ കഴിയാനായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം മാറ്റിവെക്കുകയാണ് നമ്മുടെ ആൾ. എന്നാൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ തന്റെ കണ്ണിലുള്ള ലെൻസ് എടുത്ത് കഴിക്കുകയാണ്. ഒരു ഫ്ലാഷ് ബാക്കിൽ വീട്ടിൽ നിന്നും പുറപ്പെടാൻ നിൽക്കുന്ന സമയം അമ്മ ആരോണിനെ വിളിച്ചിരുന്നു. എന്നാൽ പുള്ളിക്കാരൻ അത് മെയിൻഡ് പോലും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കും ഇവൻ എവിടെയാണെന്ന് അറിയില്ല. അതിനുശേഷം ആരോൺ തന്റെ സുഹൃത്തിന്റെ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആ സുഹൃത്തിനോട് ആരോൺ പറഞ്ഞിരുന്നില്ല. ഇതിന്റെയൊക്കെ കുറ്റബോധത്തിൽ ഇരിക്കുകയാണ് നമ്മുടെ ആൾ. അങ്ങനെ പിറ്റേ ദിവസം മൺഡേ. പിന്നീട് നമ്മുടെ ആൾ മറ്റൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഒരു റോപ്പ് എടുത്ത് അതിൽ കണക്ട് ചെയ്തതിനു ശേഷം അത് താഴെയുള്ള കല്ലിലും കെട്ടി ശക്തിയായി വലിക്കുകയാണ്. എന്നാൽ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ആരോണിന്റെ മനസ്സിലേക്ക് ഒരുപാട് ദൂരെ ഇരിക്കുന്ന തന്റെ വാഹനത്തിനുള്ളിലെ ഒരു ഡ്രിങ്കിന്റെ ടേസ്റ്റ് കടന്നു വരുന്നുണ്ട്. മാത്രമല്ല ഇതുപോലെ തന്നെ ഒരുപാട് ഡ്രിങ്കുകളും മറ്റും ആരോണിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്നാൽ വെള്ളം മറക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? ഇതെല്ലാം മനസ്സിലാലോചിച്ച് ആരോൺ ആ വെള്ളം എടുത്ത് കുടിക്കുകയാണ്. അത് കുടിച്ച പാടെ പെട്ടെന്ന് പുള്ളിക്കാരന് യൂറിൻ പാസ് ചെയ്യണം. ഇതിനു മുമ്പ് 2 പ്രാവശ്യം പുള്ളിക്കാരൻ യൂറിൻ പാസ് ചെയ്തിട്ടുണ്ട്. പാനിൽ വരെ മുള്ളി നാശമാക്കി. പിന്നെ യൂറിൻ ബാഗിൽ പുള്ളിക്കാരൻ തന്റെ പ്ലാൻ ഫ്ലോപ്പായ കാര്യം പറയുന്നു. ഇതൊക്കെ വെറുതെ വലിച്ചു നീട്ടിക്കെട്ടി. ഇത് വലിച്ച് എന്നെ ഇവിടെ നിന്നും പുറത്തു കൊണ്ടുവരണമെങ്കിൽ 8 ജിമ്മന്മാർ വേണ്ടിവരും. വെള്ളമെല്ലാം തീരാറായിട്ടുണ്ട്. ആകെ 150 ml വെള്ളമേ ഇനിയുള്ളൂ. അത് മിക്കവാറും നാളെ വരെ ഉണ്ടാകും. അത് കഴിഞ്ഞ് എന്താ സംഭവിക്കുക എന്ന് യാതൊരു ഉറപ്പുമില്ല. എല്ലാ ദിവസവും മുകളിലൂടെ ഒരു പക്ഷി പറന്നു വരും. മിക്കവാറും 8 മണിക്ക് ശേഷം 15 മിനിറ്റോളം ഇങ്ങോട്ട് വെയിലും അടിക്കും. ഇനി നമ്മുടെ ആൾ കയ്യിലെ ബ്ലഡ് പ്രഷർ നിർത്താൻ വേണ്ടി പോവുകയാണ്. ഇതിനു വേണ്ടി ടൈറ്റിൽ ഒരു കയറെടുത്ത് കെട്ടിവെക്കുന്നു. അതെ, ചിലപ്പോൾ ആരോൺ ഒരു കടുങ്കൈ തന്നെ പ്രയോഗിച്ചേക്കാം. ഇതിനിടയിൽ ആരോണിന്റെ ചെറുപ്പകാലത്തെ ഒരുപാട് ഫ്ലാഷ് ബാക്കുകളും നമുക്ക് കാണാം. മാത്രമല്ല ഫ്രണ്ട്സിന്റെ കൂടെ ചിലവഴിച്ച രസകരമായ രംഗങ്ങളും. അപ്പോഴാണ് ആരോണിന് ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയത്. അങ്ങനെ ഇരിക്കെയാണ് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടന്നത്. ആ മരുഭൂമി മുഴുവൻ കാർമേഘങ്ങൾ മൂടി ഇരുട്ടിലായി. അതെ, മഴ പെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് കണ്ട് ആരോണിന് പേടിയുമുണ്ട്, എന്നാൽ സന്തോഷവുമുണ്ട്. അങ്ങനെ മഴ പെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ആരോൺ പറ്റുന്നത്ര വെള്ളം ബോട്ടിലെടുത്തു. എന്നാൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. അതെ, വെള്ളം താഴേക്ക് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ പുള്ളിക്കാരൻ മുങ്ങി പോവുകയാണ്. എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ആ കല്ലിളകി മാറുന്നത്. അതിനുശേഷം ആരോൺ ഒഴുകിപ്പോയെങ്കിലും ഒരു പാറയിൽ പിടുത്തം കിട്ടി. അതെ, പുള്ളിക്കാരൻ രക്ഷപ്പെട്ടു. പിന്നീട് വാഹനമെടുത്ത് നേരെ ഗേൾ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പാഞ്ഞു. ചെന്ന് കതകിൽ മുട്ടി. അവൾ ഓടി വന്ന് വാതിൽ തുറക്കുകയാണ്. പുള്ളിക്കാരനാണെങ്കിലോ സഹായിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അവൾ കതകടച്ച് അകത്തേക്ക് തന്നെ പോയി. പിന്നെ അല്ലേ മനസ്സിലാകുന്നത് ഇതൊക്കെ ആരോണിന്റെ വെറും ഒരു സ്വപ്നമായിരുന്നു. പിന്നീട് പിറ്റേ ദിവസം ട്യൂസ്ഡേ. ആരോൺ ഇപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ഇപ്പോൾ ആകെയുള്ള ഒരു എന്റർടൈൻമെന്റ് ക്യാമറയോട് സംസാരിക്കൽ മാത്രമാണ്. വീട്ടിൽ നിന്നും പുറപ്പെട്ട ആ ദിവസം അന്ന് ഫോൺ എടുത്ത് അമ്മയോട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ താൻ ചിലപ്പോൾ രക്ഷപ്പെട്ടേനെ. ഇതിന്റെയൊക്കെ കുറ്റബോധം നമ്മുടെ ആരോണിന്റെ മനസ്സിലുണ്ട്. ആരോൺ ഇപ്പോൾ നിരാശനാകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്ന വെള്ളം പോലും തീർന്നു. അതുകൊണ്ട് തന്നെ ആരോൺ തന്റെ യൂറിൻ കുടിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അതിന് സാധിക്കുന്നില്ല. അതിനുശേഷം ഒരുപാട് ഭ്രാന്തമായ ചിന്തകൾ ആരോണിന്റെ മനസ്സിലേക്ക് കടന്നു വരാൻ തുടങ്ങി. പിന്നീട് നമ്മുടെ ആൾ തന്റെ ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ ഡേറ്റ് ഓഫ് ഡെത്തും പാറയിൽ കുത്തിവെക്കുന്നുണ്ട്. അതെ, ഇനി ഇവിടെ നിന്നും രക്ഷയില്ല എന്ന് ആരോണിന് മനസ്സിലായി. ആരോണിന്റെ ഗേൾ ഫ്രണ്ടും അവനെ ബ്രേക്കപ്പ് ചെയ്തിരുന്നു. അതിനുശേഷം ആരോണിന് പല ഹലോസിനേഷനും അനുഭവപ്പെടാൻ വേണ്ടി തുടങ്ങി. തന്റെ ഫാമിലി ഇതാ മുൻപിലായി ഒരു സോഫയിൽ ഇരിക്കുന്നു. മാത്രമല്ല ഒരാൾ രക്ഷിക്കാൻ വരുന്നു. അങ്ങനെയുള്ള പല ഹാലോസിനേഷനും നമ്മുടെ ആരോണിന് അനുഭവപ്പെടുന്നുണ്ട്. മാത്രമല്ല തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞും. അതോടെ ആരോണിന്റെ കൺട്രോൾ പോയി. ആ കടുങ്കൈ ചെയ്യാൻ വേണ്ടി ആരോൺ തീരുമാനിക്കുന്നു. അതെ, കൈ മുറിച്ച് ഇവിടെ നിന്നും രക്ഷപ്പെടുക, അല്ലാതെ വേറൊരു മാർഗവും അതിജീവിക്കാനില്ല. തന്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്താണ് ആരോൺ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നീട് തന്റെ ടൂൾ എടുത്ത് പതിയെ കുത്തി നോക്കുന്നു. ബോണിൽ തട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ആൾ കൈ പതിയെ മുറിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. സഹിക്കാൻ കഴിയാത്ത പെയിൻ തന്നെയായിരുന്നു അത്. ഒടുവിൽ ആരോൺ തന്റെ കുഞ്ഞിന് വേണ്ടി കൈ മുറിച്ചു മാറ്റി. ഇപ്പോൾ നമ്മുടെ ആൾ നല്ല ക്ഷീണിതനാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണം. തന്റെ ബാഗിൽ ഉണ്ടായിരുന്നതെല്ലാം എടുത്ത് ബ്ലഡ് പുറത്തേക്ക് പോകാതെ കൈ നല്ല ടൈറ്റിൽ കെട്ടിവെക്കുകയാണ്. പിന്നീട് നമ്മുടെ ആൾ അവിടെ നിന്നും നടന്നു നീങ്ങാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ പുറത്തെത്തിയിട്ടുണ്ട്. താഴെയായി കുറച്ച് വെള്ളം നിൽക്കുന്നത് കണ്ട നമ്മുടെ ആരോൺ
ആരോൺ റോപ്പ് എടുത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി. വെള്ളത്തിന്റെ അവസ്ഥയെല്ലാം വളരെ മോശമായിരുന്നു. എന്നാൽ നമ്മുടെ ആൾ അതൊന്നും വിഷയമാക്കാതെ അതിലേക്കെടുത്ത് ചാടുകയാണ്. തന്നെ കൊണ്ട് കഴിയുന്നത് അത്രയും കുടിച്ചു. മാത്രമല്ല ബോട്ടിലേക്കും ഒരുപാട് നിറക്കുന്നുണ്ട്. പിന്നീട് മുഖമെല്ലാം കഴുകി ആരോൺ അവിടെ നിന്നും പുറപ്പെട്ടു. പോകുന്നതിനിടക്ക് നല്ല ടയേർഡ് ആയത് കാരണം തന്നെ ആരോൺ സ്ലിപ്പായി വീഴുന്നുണ്ട്. ഈ സമയത്ത് മുകളിലായി ഒരുപാട് പക്ഷികളുമുണ്ട്. ഒരു മനുഷ്യനെ പോലും എവിടെയും കാണാനില്ല. പ്രതീക്ഷ കൈവിടാതെ തന്നെ ആരോൺ മുൻപോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ ആൾ കുറച്ചു പേരെ കാണുന്നത്. അവരാണെങ്കിലോ തിരിഞ്ഞു നടക്കുകയാണ്. അവരോട് സഹായം ചോദിക്കാൻ പോലും ശബ്ദം പുറത്തേക്ക് വന്നിരുന്നില്ല. എന്നാൽ വീണ്ടും ട്രൈ ചെയ്തപ്പോൾ അത് ശരിയായി. നമ്മുടെ ആളെ കണ്ടതും അവരിങ്ങോട്ട് ഓടി വരികയാണ്. സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ആൾ പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് അവർ ആരോണിനെ കൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ഒരുപാട് ആളുകൾ ആരോണിനെ സഹായിക്കുന്നുണ്ട്. എന്നാൽ എത്ര നേരം ഇങ്ങനെ നടക്കാൻ കഴിയും? അവരെടുത്ത് ഫോൺ ഉണ്ടെങ്കിലും ഈ ഭാഗത്ത് സിഗ്നൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ പെട്ടെന്നാണ് അവിടേക്ക് ശക്തിയായ കാറ്റടിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അതേ ഹെലികോപ്റ്റർ എത്തി. അവർ ആരോണിനെ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ആരോൺ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പുള്ളിക്കാരന്റെ പേരൻസ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. മാത്രമല്ല ഈ ഭാഗത്തേക്ക് ആരോൺ പോകുന്നതായും ചിലർ കണ്ടിട്ടുണ്ട്. പിന്നീട് രാവും പകലും ഹെലികോപ്റ്റർ ഇവിടെ തിരച്ചിൽ തുടങ്ങിയെങ്കിലും ആരോണിനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. അതിന്റെ കാരണം ഞാൻ പറയണ്ടല്ലോ. പിന്നീടാണ് ഇത് പുറം ലോകം അറിയുന്നത്. ആളുകളെല്ലാം ആരോണിനെ അഭിനന്ദിച്ചു. അതിനുശേഷം കാണിക്കുന്നത് സ്വിമ്മിംഗ് ചെയ്ത് മുകളിലേക്ക് എത്തിയ നമ്മുടെ ആരോൺ തന്റെ ഫാമിലി മുൻപിലിരിക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ട് നമ്മുടെ ആൾക്ക് നല്ല സന്തോഷമാകുന്നു. താൻ അന്ന് കണ്ട ഹാലോസിനേഷൻ നമ്മുടെ ആൾ ഇപ്പോഴും തന്റെ ക്ലൈംബിംഗ് ഒക്കെ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. മാത്രമല്ല അവർക്കൊരു കുഞ്ഞും ജനിച്ചു. കുഞ്ഞിന് ലിയോ എന്നാണ് ആരോൺ പേര് നൽകിയത്. ഇതും കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ അവസാനിക്കുന്നത്. സോ ഗൈസ്, എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള സിനിമകൾ ഞങ്ങൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.